കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് പ്രിയങ്ക ഗാന്ധി MP ഇന്നിപ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് തന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്ന പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ കോൺഗ്രസും ലീഗും UDFും സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയെ അസോസിയേറ്റ് അംഗമായിട്ട് UDFിൻ്റെ ഭാഗമാക്കി പഴയ പോലെയല്ല ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് തന്നെയാണോ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനുള്ളത് എന്ന കാര്യം പ്രിയങ്ക ഗാന്ധി MP അഖിലേന്ത്യാ നേതാവ് വ്യക്തമാക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇന്നേതായാലും ഈ മണ്ഡലം സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോട് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ചില രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് CPIMന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയം പറയാനില്ല എന്നാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. വർഗീയതയോടുള്ള നിലപാടെന്താണ്? ജമാഅത്തെ ഇസ്ലാമിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? ഇവിടെ ഒരു മണ്ഡലത്തിൽ കുറേ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും തുടർന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന ഒരു മുന്നണിയെ കേരളത്തിലെ UDF ശരിയായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നതിന് വേണ്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത അവർ നിർവഹിക്കണം. ഞാനിത് പറഞ്ഞപ്പോൾ സോണിയാഗാന്ധി ഇവിടെ പ്രിയങ്ക ഗാന്ധി ഇതിന് മറുപടി പറയാൻ സാധ്യതയില്ല എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് VD സതീശൻ പറഞ്ഞത് ഗോവിന്ദിന് മറുപടി ഞാൻ തന്നെ പറയുന്നതാണ്. എന്നിട്ട് പക്ഷേ ഇതേ ഒരു മറുപടിയില്ല. അതായത് പ്രിയങ്ക ഗാന്ധി മറുപടി പറയേണ്ടിയില്ല, ഞാൻ തന്നെ മറുപടി പറഞ്ഞോളാം. പക്ഷേ ഇതേവരെ മറുപടി പറയേണ്ടില്ല. കാരണം രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ അവർക്ക് കഴിയില്ല. രാഷ്ട്രീയം നഷ്ടപ്പെട്ട് അരാഷ്ട്രീയമായ രീതിയിൽ ഒരു ഉപകരണവും കയ്യിലില്ലാതെ ആയുധമില്ലാതെ അടരാടുന്ന നിലയാണിപ്പോൾ യഥാർത്ഥത്തിൽ UDFന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലുണ്ടായിട്ടുള്ളത്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനം പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ സംഭവം. അത് BJPയുടെ പ്രതിനിധി ഇപ്പോൾ ഇന്നലെ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ വികസനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പൂർണ്ണമായിട്ട് പറഞ്ഞാലും തീരാതത്ര വികസനം സംബന്ധിച്ച് കേരളത്തിൽ പറയാനുണ്ട്. അപ്പോൾ വികസനം പറയുന്നില്ല എന്നല്ല, വികസനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം വികസന രാഷ്ട്രീയം കൂടി ചേർന്നതാണ്. ഒരു നവ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ കേരളത്തെ ഒരു അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ഒരു 400 കൊല്ലക്കാലം വികാസം നേടിയിട്ടുള്ള ഒരു അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു മുഖ്യമന്ത്രിയാകുക മന്ത്രിയാകുക എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരം മുന്നോട്ടേക്ക് പോകാം. മുതലാളിത്ത പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ലോക പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും അതിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, പട്ടിണി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സംസ്ഥാനം ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അതുപോലെ തന്നെ വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 5 ലക്ഷത്തിലധികം ആൾക്കാണ് വീട്, ഇനിയും വീട് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം, അതുപോലെ തൊഴിൽ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, അതുപോലെ ചികിത്സാ സംവിധാനം, ഇതൊക്കെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ. അപ്പോൾ വികസനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വികസന രാഷ്ട്രീയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് BJP നേതാവ് പറയുന്നത് പോലെ വികസനം ഉണ്ടെന്നില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ പ്രചാരവേലയാണ്. കോൺഗ്രസിനാണെങ്കിൽ വികസനം പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് അവർക്ക് വികസനമെന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ് ഇപ്പോൾ. കാരണം രാജ്യവ്യാപകമായി കേരള വ്യാപകമായിട്ട് വികസനത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രീതിയിൽ അതിശക്തമത്തായ മുന്നേറ്റമാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളാദ്യം ചോദിച്ചതുപോലെ ഇനി 2 ദിവസമേ ഉള്ളൂ. 17-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് പ്രചരണം അവസാനിക്കുകയാണ്. പിന്നെ നിശബ്ദമായ
പ്രവർത്തനം മാത്രമേ 18-ാം തീയതി ഉള്ളൂ. 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള യാതൊരു ഉത്കണ്ഠയും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈയോടുകൂടി വിജയിച്ചു വരാൻ സാധിക്കും എന്ന് തന്നെയാണ്.